4 ടോപ്പ് അഞ്ഞൂറ് 4 പലാസ് അഞ്ഞൂറ് ഇതേ കുണോട് ബാബക്ക് ടോപ്പ്. ഹലോ ഗൈസ്, ക്രീമി ക്രൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് SM സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, പിന്നെ വെറുതെ ചുറ്റി നടക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഗൈസ്, നമ്മൾ ഓട്ടോ കീറി നേരെ മുട്ടായിത്തെരുവിലെത്തി അങ്ങനെ പോവാണ്. എന്നിട്ടിപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അനുസരിക്ക് ചെറിയൊരു ദേഷ്യമുണ്ട്. എന്ന് വെച്ചാൽ എന്നോട് സംഗീതത്തിനോട് ഭയങ്കരമായിട്ട് അടിയല്ലായിട്ടുള്ളൂ. അല്ല അനുസരിച്ച് ഇവരെ സ്വഭാവം ശരിയല്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നല്ലേ ഇവരെനിക്ക് മുട്ടായി ഒന്നും വാങ്ങിത്തരുന്നു. ആ ഒരു അടി തീർക്കണ്ടിട്ട് മുട്ടായി തെരുവില് മുട്ടായി ഉണ്ട് പറഞ്ഞിട്ടാണ് അനു ദേഷ്യം പിടിച്ചിരിക്കുന്നത്. നമ്മള് പറഞ്ഞ അങ്ങനൊന്നല്ല. എന്നിട്ട് ഒരു ഷെയ്ക്കിലാണെന്നല്ലോ ഒതുങ്ങി. എനിക്ക് സ്നിക്കേഴ്സ് വാങ്ങി തരണം എന്ന് പറഞ്ഞിട്ട് ഇവരെനിക്ക് വാങ്ങി തന്നില്ല ഗൈസ്. എന്നിട്ട് ആ ദേഷ്യം മാറ്റാനുണ്ട് ഓറഞ്ച് ജ്യൂസ് വാങ്ങിത്തരുന്നു. എന്താണെങ്കിൽ നമുക്ക് രണ്ടാക്കും തരാണ്ട് ഒറ്റക്ക് ബർഗർ തിന്നണ്ട. ഇവർക്കാർക്കും ബർഗർ വേണ്ടെന്നാണ്. ബർഗർ എല്ലാം തിന്നിട്ട് ഗൈസ് നമ്മൾ ഇങ്ങനെ നടന്ന് നമുക്ക് പാന്റ് വാങ്ങണം, ബാഗ് വാങ്ങണം, അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. പക്ഷെ എവിടെ കയറണമെന്നും തിരിയുന്നില്ല. നോക്കിയാലും ഒരേപോലെ റേറ്റും കുറവില്ല, ഒന്നും കുറവില്ല. അങ്ങനെ നമ്മൾ നടന്നിട്ടൊരു ബാഗിന്റെ ഷോപ്പ് കണ്ടു. എന്നിട്ട് നമ്മൾ അതിലേക്ക് കയറി ബാഗൊക്കെ നോക്കി. അങ്ങനെ ഒരു ബാഗ് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് ഗൈസ്. തൊടുന്ന എല്ലാത്തിനും 500 കൂടുതലാണ് അവർ പറയുന്നത്. നമ്മളൊരു 300-400 ഒരു റേറ്റ് വിചാരിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് നമ്മൾ ബാഗ് എടുത്തില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ വേറൊരു ഷോപ്പിൽ നിന്ന് എടുത്തു. അതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, അത് മിസ്സായിപ്പോയി. നമ്മളിട്ട് അങ്ങനെ ഒരു ബാഗ് എടുത്തു. അങ്ങനെ ബാഗെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രസ്സ് ഷോപ്പിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഇവർക്ക് പറ്റിയ ഡ്രസ്സ് ഇടും. ഞാൻ വെറുതെ കയറിപ്പോയിരുന്നു. സംഖ്യക്ക് പാൻറ് നോക്കണം എന്നിട്ടാണ് നമ്മൾ കയറിയത്. പക്ഷെ അവിടെ കയറിയിട്ടൊരു ഷഡ്ഡി പോലത്തെ ട്രൗസർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ അളവൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ നോക്കുമ്പോൾ ഇവർ രണ്ടാളും ആ ഷഡ്ഡി പോലത്തെ ഷോർട്സ് എടുത്തിട്ട് രണ്ടാളും കൂടി അടി ചെയ്യുന്നു ഗൈസ്. അത് അനക്ക് വേണോ, ഇത് നിനക്ക് വെക്ക്, ഇത് അവർക്ക് വെക്ക്, ഇവർക്ക് വെക്ക്, എന്താണല്ലേ ഗൈസ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, മുട്ടായിത്തെരുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഷോപ്പിൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ടോ. മാടി എടുക്കും 4 ടോപ്പ് അഞ്ഞൂറ് 4 പലാസ് അഞ്ഞൂറ് ഇതേ കുണോട് ബാബക്ക് ടോപ്പ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, എപ്പോൾ പോയാലും അത് കേട്ടിട്ടാണ് അനുസരിച്ച് ചാടി ഞെട്ടി വീണ ഗൈസ്. അത് വിറ്റിരുന്നു. പക്ഷെ നമ്മളെ കയ്യിൽ എന്തോ ഇതില്ലേ, ഫോണ് കീശലാണ്, എടുക്കാൻ പറ്റിയില്ല. നിനക്ക് അതിന് പണിക്ക് പോയിക്കൂടെ? നിനക്ക് പറ്റുന്ന ജോലിയാ. എടാ അങ്ങനൊന്നുമില്ല, ഞാൻ പഠിക്കാനായിട്ട് വന്ന ഗൈസ്. അങ്ങനെ ശ്രമത്തില് ഷൂ ഒക്കെ വിൽക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ നിന്ന് കുറേ ഷൂ നോക്കുന്നു, പൈസ ചോദിക്കുന്നു. പക്ഷെ ഒന്നും എടുത്തിട്ടില്ല. എന്തിനാ ഇവൻ ഇങ്ങനെ പൈസ ചോദിച്ചിട്ട് അത് അവിടെ തന്നെ വെക്കുന്നേന്ന് അറിയില്ല. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഷൂ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പോന്നാണ്ടപ്പോൾ നമ്മൾ വെച്ച് ഇപ്പം വാങ്ങിയിട്ടേ വരും. അതൊക്കെ കഴിഞ്ഞിട്ട് കേസ് നമ്മൾ പുറത്തൊരു സ്പോർട്സിൻ്റെ ഗ്രൗണ്ട് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയി. അവിടെ നോക്കുമ്പോൾ കുറേ ചെറിയ കുട്ടികൾ വോളിബോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. മണ്ടത്തരം പറയുന്നേ ബാസ്കറ്റ് ബോളാണ്. ബാസ്കറ്റ് കോച്ചിങ് ചെയ്യുന്നത്. ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് തിരിഞ്ഞ് കഴിഞ്ഞ് നടക്കുമ്പോൾ അവിടെ ഒരു പാർക്ക് പോലെ കണ്ടിച്ച് കയറിയതാണ്. നോക്കുമ്പോൾ അത് പാർക്കൊന്നുമല്ല ഗൈസ്. ഈവനിങ് കുറേ വലിയ വലിയ ആൾക്കാരെല്ലാം വന്നിട്ട് അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അത് സംഭവം അത് ജിമ്മാണ്. നമ്മൾ പാർക്കാന്ന് വെച്ചിട്ട് കളിക്കാനെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ കയറിയപ്പോൾ തന്നെ ഒരു അങ്കിൾ വന്നിട്ട് പറഞ്ഞ് പേരെഴുതണം, ക്യാമറ അലോഡല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ തന്നെ ശ്രമൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് കുറച്ച് തിരിഞ്ഞ് കഴിച്ചിട്ട് പുറത്തിറങ്ങി നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ കയറിയപ്പോഴാണ് കേസ് അറിഞ്ഞത് അപ്പുറത്തേക്ക് ജിമ്മു, നമ്മൾ നേരത്തെ പോയത് ജിമ്മു, ഇപ്പുറത്തെ സൈഡിൽ പാർക്കും ഉണ്ടെന്ന്. നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. അതുകഴിഞ്ഞ് കഴിച്ച് നമ്മൾ നേരെ ഓട്ടോ കയറി. ഓട്ടോ നേരെ പോയത് പള്ളിയിലാണ്, ഗാന്ധി റോഡിലെ പള്ളി. ഗാന്ധി റോഡിലെ സൈഡിലെ പള്ളിയിലാണ് നമ്മൾ പോയത്. ശരിക്കും പറഞ്ഞാൽ കിട്ടില്ല പള്ളി, ഒരു രക്ഷയില്ല. നല്ല വൈബായിരുന്നു ഗൈസ് അവിടെ. ഞങ്ങൾ ഭയങ്കര ആഗ്രഹമായിരുന്നു പള്ളിയിൽ വരണമെന്ന്. കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഞാൻ ശ്രമനോട് പറഞ്ഞതാണ് അവിടെ തന്നെ ഒരു പള്ളിയിൽ കൊണ്ടുപോകണമെന്ന്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവിടെ പോയത്. ശ്രമമുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്ഥലമെല്ലാം കാണാനെല്ലാം പറ്റുന്നുണ്ട്. അതെ. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് മുട്ടൂത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. നല്ല സമയത്താണ് ഗൈസ് നമ്മളവിടെ എത്തിയത്. നമ്മളവിടെ എത്തുമ്പോൾ അവിടെ ഒരു കുർബാന ടൈം ആയിരുന്നു. അപ്പോൾ കുറേ കുട്ടികളൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായി. നമ്മളോട് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പുറത്ത് തരാമെന്ന്. പക്ഷെ നമ്മൾ അപ്പം തന്നെ ഉള്ളിൽ കയറി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി. അവിടെ ഇരുന്ന് കുറേ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു. സത്യം പറഞ്ഞ പോസിറ്റീവ് വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കുമ്പസരിക്കണം. അല്ല സത്യമായിട്ട് അവിടെ ഒരാളുണ്ട്, ഒരു ഫാദറും ഒരാൾ ഇപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പൊ അതായിരുന്നു കുമ്പസാരം. എന്തായിരുന്നു അവൾ ചെയ്ത പാപം എന്നറിയോ? കുറെ ഉറുമ്പിനെ കൊന്നത്. അതാണ് അവളുടെ പാവം. നിരീശ്വരവാദിയായ ഞാൻ വരെ അനുവിൻ്റെ കൂടെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അനുവിൻ്റെ കൂടെ പ്രാർത്ഥിച്ച്. പക്ഷെ നല്ല പോസിറ്റീവായിരുന്നു.
അവിടെ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് കുറച്ച് തണുത്തവെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ റോഡിലേക്ക് നടന്ന് റോഡിൽ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തിരില്ല. വന്ന വഴി പോലും തിരിച്ചറിയുന്നില്ല. ശ്രമൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടക്കുന്നുണ്ട് നമ്മളെയും കൂടി കൂട്ടിയിട്ട്. ശ്രമലിന് വഴി അറിയാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നേ. പക്ഷെ നമ്മളാണ് വഴി തെറ്റിപ്പോയെന്ന് അവനോട് പറഞ്ഞു. വഴി അറിഞ്ഞിട്ടല്ലല്ലോ ഗൈസ് നമ്മളെല്ലാവരും പോകുന്നത്. അതുപോലെ ഒന്നല്ല ഇതുവരെ എവിടെയും കൊണ്ടുപോയതോ ആക്കിയതൊന്നും. പക്ഷേ ഞാൻ പോകുന്നതെല്ലാം കറക്റ്റ് വഴിയായിരിക്കും ഗൈസ്. പിന്നെ കുറേ ബ്ലോക്കിൻ്റെ ഉള്ളിലോട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ലാസ്റ്റ് ആടെ സൈഡിലൊരു കുരിശിന്റെ ഇത് കണ്ടിട്ട് സംഖ്യ പറയുന്നത് അതാ വേറെ ഒരു പള്ളി. നല്ലൊരു കേസ് നമ്മൾ പോയിട്ട് വന്ന പള്ളി തന്നെയായിരുന്നു. ഇതുപോലത്തെ പൊട്ടത്തരം പറയാൻ സങ്കീർത്തനം കിട്ടിയതല്ലേ. ഓ നിങ്ങളൊന്നും പൊട്ടത്തരം പറയാ അതുപോലെ. ശ്രാമലിങ്ങനെ ആമത്തോട് പോലത്തെ ബാഗും ചുമലിലിട്ടിട്ട് കുറെ നടക്കുന്നുണ്ട് ഗൈസ്. കുറെ ഓട്ടോനെല്ലാം കൈ കാണിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ നിർത്തുന്നില്ല ഗൈസ്. എവിടെ നിർത്താനാണ് അത്രയും ഒരു ട്രാഫിക്? അവിടെ ഫുൾ വൺ വേ ആണ്, നമുക്ക് അറിയില്ല അത്. ലാസ്റ്റ് ഞാൻ ശ്രമലോട് പറഞ്ഞു നമ്മൾ വന്ന വഴിക്ക് തന്നെ നമുക്ക് തിരിച്ചു നടന്നു. അങ്ങനെ നമ്മൾ പിന്നെയും തിരിച്ച് കുറേ നടന്നു. പള്ളിയൊക്കെ കഴിഞ്ഞ് കുറേ മുന്നോട്ട് നടന്നപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടി. അത് ഗൈസ് വൺ വേ ആണ്, വൺ വേന്റെ അടുത്ത് കിട്ടൂല. കുറേ മുമ്പോട്ട് നടന്നിട്ടാണ് നമുക്കൊരു ഓട്ടോ കിട്ടി. ശരിക്കും നമ്മൾ കോഴിക്കോട് വഴിയെല്ലാം നമുക്ക് മനസ്സിലായി വരുന്നേ ഉള്ളൂ. നമ്മൾ ഓട്ടോ കൂടെ പോയതിനെക്കാട്ടും കൂടെ നമ്മളിപ്പോ നടന്ന് ഓട്ടോ കയറിയിട്ടാണ് ഗൈസ് ഏറ്റവും വലിയ കോമഡി. നല്ല ബ്ലോക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. ഡ്രൈവർ ബ്ലോക്ക് അയച്ച് വണ്ടി നിർത്തിയത് കാരണം ഗൈസ് ശ്രമൽ വണ്ടി ഓടിക്കുന്നു. ബ്ലോക്കിന്റെ ഇടക്കുന്ന വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇന്ന് വീടത്തരം പറയുന്നേ ഗൈസ്. ബ്ലോക്കിന്റെ ഇന്ന് വെറുതെ ബോറടിച്ചാ ഞാൻ വണ്ടീന്റെ രണ്ട് ഇതും പിടിച്ച് കളിക്കുന്നത്. ഇങ്ങനെ അതിനാ പറയുന്നത് ഇവള് വണ്ടി ഓടിച്ചിരുന്നു. ബ്ലോക്കിന്റെ അടുത്ത് വണ്ടി ഓടിക്കാൻ പറ്റുമോ? പൊട്ടത്തിരേ പറയൂ. അടുത്ത പൊട്ടത്തരങ്ങളുമായി വീണ്ടും വരുന്നതാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.